ശശി തരൂരിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചല്ലോ എന്നറിഞ്ഞ നിമിഷം തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തലയിൽ കൈവച്ച് പോവുകയാണ്. കാരണം CPM തരൂരിന് മുൻപിൽ ഒരിക്കൽ വാതിൽ തുറന്നിട്ടതാണ്. തരൂർ പറയുന്നത് വളരെ വലിയ കാര്യങ്ങളാണ് എന്നൊക്കെ അന്ന് മന്ത്രി P. രാജീവും പറഞ്ഞിരുന്നതാണ്. അതേ ശശി തരൂർ തിരഞ്ഞെടുപ്പ് ദിവസം വോട്ട് ചെയ്ത് അതേ പോളിംഗ് ബൂത്തിന് മുന്നിൽ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. മാത്രവുമല്ല, കഴിഞ്ഞ 45 വർഷമായി ഇവർ ഭരിക്കുന്നു, എന്നിട്ടും റോഡൊക്കെ ശോചനീയമായി കിടക്കുകയാണ്. ഒരു മഴ വന്നാൽ ആകെ മൊത്തം വെള്ളത്തിലാണ്. അശാസ്ത്രീയമായി ഓരോന്നും ചെയ്തു കൂട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ. സത്യത്തിൽ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്റെ വോട്ട് പൂർത്തിയാക്കിക്കൊണ്ട് തരൂർ ഇങ്ങനെ ഒരു പറച്ചിൽ പറയുമെന്ന് CPM കരുതിയതേയില്ല. ആ ദൃശ്യങ്ങളിലേക്ക്. അല്ല, നിങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ നീതുവിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജനങ്ങളെ കാണാനും വോട്ട് ആവശ്യപ്പെടാനും. നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി. 45 വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നഗരത്വം, നമ്മുടെ ഈ കേരളത്തിൽ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളമാവണത്. പാതയുടെ സ്ഥിതിയിൽ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷനെ മാലിന്യം എല്ലാവരുടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. അതിൽ നീതുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നീതുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് നമ്മളെല്ലാവരെയും ആവശ്യം. അതെ, പക്ഷേ അതിൻ്റെ ഒപ്പം അത് റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് പറയണം. എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാകും, കുറേ ആൾക്കാർ കണ്ട ഒരു അഭ്യർത്ഥനമാണ് ഞാൻ ഇറക്കിയത്. ആദ്യം ആൾക്കാരോട് ആവശ്യപ്പെട്ടത് വന്ന് ഇറങ്ങി വോട്ട് ചെയ്യൂ. ഞാൻ മുമ്പിലത്തെ ഇലക്ഷനിലൊക്കെ 35-40%, 38% ഒക്കെ ടേൺ ഔട്ട് കാണുമ്പോൾ ദുഃഖമേ തോന്നുള്ളൂ. കാരണം നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരം? നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നവർ. നമ്മൾ ആ എഫേർട്ട് എടുക്കണം, നമ്മൾ ഇറങ്ങണം, വോട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ നമ്മുടെ കയ്യിൽ വീണ്ടും എടുക്കാൻ സാധിക്കില്ല. അതാണ് എൻ്റെ അഭ്യർത്ഥന. അതാണ് അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണ സാധ്യതകൾ നല്ലതാണ് UDFൻ്റെ. എന്തായാലും മാറ്റത്തിന് വൈകുന്ന ജനങ്ങളുടെ മനസ്സിൽ നല്ലോണം കയറിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്, ഒരു വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. പലവർക്കും ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിക്ടിമിൻ്റെ ഒപ്പം, സർവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ഞാനും അവിടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തിനെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയും ഇംഗ്ലീഷിൽ ജസ്റ്റിസ് വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. ന്യായമാണ് വേണ്ടത്. എല്ലാ വിധത്തിലും ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മളെല്ലാവർക്കും ഒരു നാണക്കേടാണ്. അതിന് എന്ത് പറ്റിയേ, എങ്ങനെയാണിത് പറ്റിയത്, ഇതിൻ്റെ പുറകെ വല്ലവരും ഉണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ ചെയ്യണം. ശരി തന്നെയാണ്. അതിനെക്കാട്ട് കൂടുതൽ എനിക്ക് പറയാനുള്ള അവകാശമില്ല. നമ്മൾ ജഡ്ജിമാർക്കും ജുഡീഷ്യറിക്കും വിട്ടുകൊടുക്കണം. സർക്കാരിന് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അപ്പീലിന് പോകുന്നതെന്ന് UDFൻ്റെ കൺവീനറും പാർലമെന്റിൽ താങ്കൾക്കൊപ്പം സഹപ്രവർത്തകനുമായ അടൂർ പ്രകാശ് പറയുന്നു. നോക്കൂ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിലൊരു സൈഡ് എടുക്കുന്ന പ്രശ്നമല്ല, ന്യായത്തിൻ്റെ സൈഡിലാണ് നിൽക്കേണ്ടത്. ജസ്റ്റിസ് ഈസ് വാട്ട് മാറ്റേഴ്സ്. അപ്പോൾ ഈ സർവൈവറിൻ്റെ വിഷയം നിങ്ങളെല്ലാവർക്കും അറിയാം. അവർക്ക് നല്ല ധൈര്യത്തോടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് നമുക്ക് സല്യൂട്ട് ചെയ്യണം. കാരണം പല കേസുകളിലും ഈ വിഷമങ്ങളും ബുദ്ധിമുട്ടും പ്രഷേഴ്സും ഒക്കെ സംഭവിക്കുമ്പോൾ പല മഹിളകൾ ഇങ്ങനെയുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. ഇവർ 8 വർഷം ഇനി മുന്നോട്ട് കൊണ്ടുപോയ ശേഷം അവർക്കും അവസാനത്ത് ഒരു ന്യായം കിട്ടി, ജസ്റ്റിസ് കിട്ടിയെന്നൊരു തോന്നലുണ്ടാവണം. അതുകൊണ്ട് ആ പ്രോസസ്സ് നടക്കട്ടെ. അഥവാ ഈ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഹൈക്കോടതി തീരുമാനിക്കട്ടെ. നമ്മളെന്തിനാണ് ഇവിടെ ഇരുന്നിട്ട് തീരുമാനിക്കണം? നമ്മളുടെ കയ്യിൽ എല്ലാ എവിഡൻസൊന്നും ഇല്ലല്ലോ. അത് നിയമപ്രകാരം ന്യായം വരട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. ഇത് ഞാൻ ആദ്യ തവണയാണ് കേൾക്കുന്നത്. മാധ്യമക്കാരൻ മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്കൊരു പിടുത്തമില്ല.
ആരാണ് ഈ അവാർഡ് തന്നിരിക്കുന്നത്, ആർക്കാണിത് കൊടുത്തിരിക്കുന്നത്, ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടേണ്ടത്. ഞാൻ ഇങ്ങനെ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല. അത് ആദ്യത്തെ തവണ ഞാൻ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് അന്വേഷിക്കട്ടെ നമ്മൾ. ഇപ്പോഴെന്തായാലും എൻ്റെ അറിവ് നിങ്ങളാണ് തരുന്നത്, അതുകൊണ്ട് എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ അവാർഡിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ദിലീപിന്റെ കേസിൽ ഒരു പ്രശ്നം പറഞ്ഞത് ദിലീപിന് നീതി കിട്ടിയതാണ് UDF കൺവീനർ പറയുന്നത്. അങ്ങനെ ഒരു നോക്കൂ, UDF കൺവീനർ പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ഇതിലൊരു പാർട്ടി ലൈനിൻ്റെ ഒരു വിഷയമല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വ്യക്തികൾക്കും അവരുടെ അഭിപ്രായം ഉണ്ടാവാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ് പറഞ്ഞത് സർക്കാർ എന്തിനാണ് അപ്പീൽ പോകുന്നതെന്ന്. സർക്കാർ അത് ഇന്നൊരു വോട്ടെടുപ്പ് ദിവസമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അഥവാ ഈ മഹിളയുടെ മനസ്സിൽ അവർ പിന്തുണ കൊടുക്കുന്ന എല്ലാവരെയും മനസ്സിൽ ചില ചോദ്യങ്ങൾ എപ്പോഴും ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെ പൂർത്തിയാക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോട്ടെ. എനിക്ക് ഈ സർക്കാരിൻ്റെ കേസിലത്തെ ജഡ്ജിമാരുടെ ഒരു തീരുമാനം അവസാനം നമ്മൾ കാത്തിരിക്കേണ്ടത്. അതിനൊന്ന് കാത്തിരിച്ചാൽ പോരെ. ദിവസവും ഒരു കോൺഗ്രസ് MLA ഒളിവിലാണ്. അദ്ദേഹത്തെ കോൺഗ്രസിന് പുറത്താക്കിയില്ലേ? അപ്പോൾ വേറെ അത് പാർട്ടിയോട് ചോദിച്ച വേറെ കാര്യമുണ്ടോ? ഇന്ന് രാവിലെ വീണ്ടും അടൂർ പ്രകാശ് ദിലീപിന് വേണ്ടി സംസാരിക്കുന്നു. ലുക്ക്, ഐ എം നോട്ട് അക്കൗണ്ടന്റ്. എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ. വേറെ വ്യക്തികൾ പറയണമെന്ന് ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് ഉത്തരവാദിത്തം ഉണ്ടാവുക? എനിക്ക് വല്ല ബന്ധമുണ്ടോ? ഞാൻ ഈ കാര്യത്തിൽ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കുട്ടി. കേട്ടോ, ശരി. താങ്ക് യു ഓൾ വെരി മച്ച്. ഈ ഇലക്ഷൻ നന്നായി